എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഇന്ന് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് നിത്യപാരായണം 13-ാമത്തെ അധ്യായം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ദുത്തമ കിളി പെണ്ണി ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയോ മിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കിത്നം കൂടാതെ വിരവോടു ഗുണമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാമണ്ണ മുര ചെയ്തു. വാരണമുഖനുമാ വല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേൻ മനസാ സദാകാലം. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 13-ാമത്തെ അധ്യായം. ഓം തത്സത്. കുറച്ച് ജാസ്തി ഉണ്ട് അധ്യായം. ഓം തത്സത്. അത വൈശാഖ മഹാത്മ്യ ത്രയോദശോധ്യായ. ദിനനായകനായ സുതനാകിയ ധർമ്മരാജൻ മനുജാധിപനോടു തോറ്റുതൻ പുരം ബുക്കു. പരിതാപത്തെ പൂണ്ടു വനജാസന ലോകം സ്ഥാപിച്ചു വിഷണനായി. സനകാസനന്ദാദി കുലഹ ശ്രീനാരദ മറ്റും സുരദിക്പാലജനത്തോടും. ഓം ശ്രീകൃഷ്ണായ നമഃ. വേദശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സാദരം സരോവരനാദികൾ, സമുദ്രങ്ങൾ, മൃദുനിമേഷം യുഗമയി സങ്കല്പ വികൽപാദി യോഗങ്ങൾ തഥാ. ഉന്മേഷ നിമിഷങ്ങൾ, ലൂക്ഷങ്ങൾ, കരണങ്ങൾ, നിർമ്മല പൗർണമാസി ചന്ദ്രനും പക്ഷങ്ങളും. ലാഭലാഭം ജയാദി ജയങ്ങൾ സത്വരജസ്തമസാം ഗുണങ്ങളും. ശാന്തമൂടാദി ഘോരാദിഖില വികാരങ്ങൾ ഹന്തവിത്താദി ശ്ലേഷ്മ രോഗങ്ങൾ. ദിവ്യ വിഗ്രഹം പൂണ്ടു നിഖില ജനങ്ങളും സർവകാരണമൂർത്തിയായുള്ള വിരിഞ്ചനെ വാടിയ വക്രത്തോടും മൂടിയ ലജ്ജയോടും പേടമാൻ കണ്ണി പോലെ ഭൂതലം നോക്കി വന്നൊരു ധർമാത്മജൻ തന്നെ കണ്ടവരെല്ലാം അന്യോന്യമേവം പറഞ്ഞിരിനാൻ ഓരോ വിധം. സത്വര വ്യാപാരനായുള്ളവതിനുകാലം സ്വസ്ഥനായൊരു ഭാവം ഖേദവും ഉണ്ടു കാണാൻ. ഓം ഇത്തരം ഓരോ ജനം പറഞ്ഞു നിന്നിടുമ്പോൾ സത്വരം യമദേവൻ തന്നെ പാദാന്തികെ വൃക്ഷം കണക്കെ വീണിടിനാൻ ചക്ഷുനന്ദനൻ പറഞ്ഞീർ തൂകി തൂകി ദർശനം കേണു ചൊന്നാൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. നരജാതികളുടെ പുണ്യപാപങ്ങളെല്ലാം പതിയോടെഴുതിയ പടവും ഇതാ വെച്ചേൻ. വിഗ്രഹം പൂണ്ടു വിരിഞ്ചാഗ്രതോ നിൽക്കും വായു വ്യഗ്രനാം കൃതാന്തനെ ചെന്നെഴുന്നേൽപ്പിച്ചു. വിമലാസനം തന്നിരുത്തി സദാഗതി ശമനാഥവ ദുഃഖ കാരണം ചൊൽക സഖി. ഏവനായി ഭവാന വിഭൂതനായി വന്നവാറും ഏവനായി താന
അപഹരിച്ചു ഭഗവാനുടെ ഉണ്ടായ വാർത്തയെല്ലാം സ്വാമിയോടുണർത്തിക്ക കണ്ടനാകുലാവൃത പാലകൻ എന്ന മാരുതവാക്യം കേട്ടു രവിനന്ദനൻ ചൊന്നാൻ ധീരത വരുന്നില്ല എങ്കിലും ധരിപ്പിക്കാം. നശിച്ച മമ പുണ്യം മരിച്ചാൽ ഇത്ര ദുഃഖം നനച്ചിടുകയില്ല ധരിച്ചു കൊള്ളുക. സ്വാമി ദന്തനം അനുഭവിച്ചു ജീവിക്കുകയും സ്വാമി കൽപ്പിച്ച പോലെ ചെയ്യാതെ വസിക്കുകയും ചെയ്തിടുന്നവൻ മരപ്പുഴുവായി ജനിച്ചിടും. ഏതും സംശയമില്ല പിന്നെയും വേദം കേൾക്കാം. ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് ഭൂപതിയുടെ വിത്തം സ്വസ്ഥനായി അപഹരിച്ചിടുന്നു ജീവിപ്പവൻ. പ്രളയശതത്രയം നരകേ വാഴുമവൻ ജലജാസനതവ ശാസനമേവമല്ലോ. പ്രഭുവാമവനോടു യുദ്ധത്തിനപേക്ഷയും സഫല നിയോഗവേലകൾ കണ്ടുപേക്ഷയും പെരുകുമവൻ പിന്നെ യുദ്ധനായിടുന്നവൻ നരകം പ്രാപിച്ചേഴു ജന്മം വയസ്സമവൻ. തന്നുടെ കാര്യത്തിനായി സ്വാമി കാര്യങ്ങളെല്ലാം നിന്ദിച്ചു വിഘ്നം വരുത്തിയിടിന അപമാനം. കല്ലതിലെലിയായി പിറക്കുമവനെന്തും ഇല്ല സംശയം ക്ഷയം 300 കഴിവോളം. കർത്താവ് കൽപ്പിച്ചുള്ള വിത്തത്തെ ഗ്രഹിച്ചവൻ നിത്യവൻ തന്റെ കാര്യം ചിന്തിച്ചു കർത്തൃശാസനത്തിനു വല്ല വിഘ്നങ്ങൾ ചൊല്ലി വർത്തിക്കും ജനം പിന്നെ ജനിക്കും മാർജാലനായി. ദുഷ്കൃത ഫലമേവമെന്നോർത്തു ഭവാനുടെ ദുഷ്കരമായിട്ടുള്ള ശാസനം അനുഷ്ഠിച്ചു. കർമ്മേണ പുണ്യപാപ സംഘങ്ങൾക്കൊത്തവണ്ണം ഉണ്മയോട് അനുഭവിപ്പിച്ചതു പ്രജകളെ. മനസാദരിച്ചുകൂടാതുള്ള സൂക്ഷ്മധർമ്മം മുനിമാരോട് ചോദിച്ചറിഞ്ഞുകൊണ്ടു ന്യായം. കൽപ്പകാലാദിപുര ഇത്ര നാളേവം ചെയ്തേൻ ഉൽപ്പലോത്ഭവ പോറ്റി ഇന്നു ഞാൻ സമർപ്പിച്ചേൻ. ഭൂതലയൊരു നരൻ കീർത്തിമാൻ എന്ന നൃപൻ ജാതനായി സപ്തദ്വീപുകളെല്ലാം വൈശാഖധർമ്മങ്ങളെ നിജശാസനാൽ അനുഷ്ഠിപ്പിച്ചതു താനുമേവം. വചനം ചെയ്തിടുന്നു ഭാസ്കര കുലജാതൻ സർവകർമ്മവും പിതൃപൂജയും അഗ്നിപൂജ. സർവതീർത്ഥസ്നാനാദി സൽക്രിയയോഗം സാഖ്യം സധ്യായ ഹോമഗണ സംപ്രാണ നിരോധനം. സാധ്യമല്ലെന്നു കണ്ടു സമസ്തം ഉപേക്ഷിച്ചു ബഹുപാപങ്ങൾ ചെയ്തു വൈകുണ്ഠം പ്രാപിക്കുന്ന മഹിമയേറും വൈശാഖക്രിയ ചെയ്താലേകൻ പിതൃക്കളോടും പിതാമഹാന്മാരോടും കൂടെ മധുവിദ്വേഷിതൻ ലോകം പ്രാപിക്കുമത്ര പോരാ ജനക പരമ്പരാമൃതന്മാരെല്ലാവരും. ജനക പരമ്പരാമൃതന്മാരെല്ലാവരും ജനനീ പരമ്പരാമൃതരും അതുപോലെ മാനിനി മാതൃഗോത്ര മൃതരുമേവം തന്നെ ന്യൂനന്തൻ പിതൃപരമ്പരയും യഥാ തഥാ. സഹജാപുത്രേ പുത്രേനിവ ഭവാരന്മാരും സഹ വൈഷ്ണവലോകം പ്രാപിക്കുമെന്നു കേട്ടു. ഒരുവൻ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ തരുണി ഗർഭമേവും അർഭകൻ ശുദ്ധിമാൻ പോൽ. ഒരുവൻ പൈതൃകർമ്മത്തിനൂടെ ഫലം കൊണ്ടു 21 കുലം ഉദ്ധരിച്ചിടുന്നു പോൽ. എന്നുടെ മാർഗത്തിങ്കിൽ ഇവണ്ണം വരാഹരി മന്ദിരം പ്രാപിച്ചവൻ അധികമാത്മാവേ. ദാനാതീതപ്പോ വ്രതയജ്ഞാതി തീർത്ഥങ്ങളാൽ മാനവനേതും ഗതി വരികയില്ല നൂനം. സതത പ്രയാഗവാസാഭരണ മധ്യേ മൃതി പതനമദ്രേ ഭൂയോ മരണം കാശിദേശേ. ഇവണ്ണമുള്ള ഗതിക്കഥകൾ അധികമാകുന്നു പോൽ വൈശാഖ പുണ്യമെന്നു കേൾക്കുന്നു നാഥ. വ്രതസ്നാനം ചെയ്തു മാധവമർച്ചിച്ചുടൻ മാധവ മാഹാത്മ്യവും കേട്ടുകൊണ്ടിരുന്നാകിൽ മാധവൻ പ്രസാദിച്ചു തന്നുടെ ലോകം നൽകും ആദികളെല്ലാം മറ്റു സുഖിച്ചിടുന്നു ജനം. ഇങ്ങനെ ബഹുകോടി ജനങ്ങൾ ചെന്നവാറെ തിങ്ങുകയില്ല ഹരിമന്ദിര മധുമൂലം. മംഗലലോകമോർത്താലയമ്മ പ്രാണനായി അംഗദേവേശ ജേവിക്കൊള്ളേണമിനിയും നീ. അധർമ്മസ്ഥിതനെയും അശുദ്ധീകരനെയും സ്വധർമ്മസ്ഥിതനെയും വിശുദ്ധീകരനെയും പങ്കജാകുലവരജാതനാം നൃപാധിപൻ പങ്കജേഷണാപാദം പാദപങ്കജേ പങ്കജോത്ഭവ സമർപ്പിച്ചു വൈശാഖധർമാൽ പങ്കജനാഭാലയം പ്രാപിപ്പിക്കുന്നു. ദിനശാലധീ ശത്രുധരിക്ക നമുക്കിവൻ ധരിച്ചിഴഞ്ഞാലിന്നും വരുത്തു മനത്തങ്കേ. നരപാലകൻ വിഷ്ണു സ്മരണാശക്തി കൊണ്ടു പരമാത്മാവിൻ ലോകം കരസ്ഥമാക്കിയിടുവാൻ. അംബുജോത്ഭവാനാകും നിന്നുടെ തിരുമുമ്പിൽ നമ്മുടെ ദണ്ഡം നല്ല പടവും വെച്ചേനല്ലോ. ലോകപാലത്വം പടമെന്നിവാർജിതമായി ലോകനായക പോറ്റി എന്തിനീ വരാനഹോ. സമ്മിശ്രാധിപ പ്രമുഖിയാകിയ നാര്യമാർക്കു സമർത്ഥനായിട്ടൊരു നന്ദനുണ്ടാകിലും. സമസ്ത ദുഃഖം തീർന്നു സുഖിയാം അവൾ തന്നെ കണക്കെ മന്ദനെങ്കിൽ ദുഃഖവും വന്നുകൂടും. ധർമാർത്ഥ കാമങ്ങളെ വഴിയെ സിദ്ധിപ്പിക്കാൻ വന്മതി പരാക്രമങ്ങളും
പരാക്രമത്തോടും അങ്ങൊരു പുത്രൻ ഉണ്ടായാൽ അതിലതിസുഖം ജനിക്കകതാരിലുണ്ടാകും അവളേറ്റം പുണ്യശാലിനിയല്ലോ. വീരസുവായ നൃഗഭാമിനി മഹാഭാഗ്യ നാരിമാരായാലേവ മിങ്കിലേ സുഖം. സൽക്രിയാദികൾ കൊണ്ടു കീർത്തിമാനായ നൃപൻ സൽകീർത്തി സമസ്തവും ആർജനം ചെയ്താനല്ലോ. കൽപ്പാതി മഹാഭൂപവീരരെയെല്ലാം കണ്ടേൻ മൽപടെ ലേഖാം അരിമർദ്ദനം ചെയ്തിട്ട് കേൾപ്പു പോരാതെ തന്നെ കഴിഞ്ഞോരവരെല്ലാം ഇപ്പോൾ ഈ കീർത്തിമാനാൽ സാധിച്ചുകൊണ്ടാണല്ലോ. പൂർവകൽപേഷു മുനിമാരാലും കേൾപ്പോരില്ല വാരിജോത്ഭവ പടമാർജന കർമ്മം പുര. കാലമതും കാണായി വന്നു മേജകൽ പ്രഭു ദുഷ്കരമായിട്ടേതുമില്ലെന്നും താപവൈരാഭിമാന ലോപങ്ങൾ സഹിയാനരന്തകൻ ചൊന്ന നേരം കമലോത്ഭവൻ പുനരവനോടരുൾ ചെയ്തു ശമന മതി മതി കിമത്തം ഹൃദയനകേ. ഒരുത്തേനുടെ ഗുണഗണങ്ങൾ കണ്ടാലുള്ളിൽ വരുത്തുമുണ്ടായി വരും അവരും വിശേഷിച്ചു. മരണത്തെക്കാൾ പരം സങ്കടം അവനുണ്ടാം പെരുകും അസൂയയാം അധികം ദോഷം ബലം. ധൂപശാസനം കൊണ്ടും വൈകുണ്ഠം പ്രാപിക്കുമോ അച്യുതമൂർത്തി തന്നെ ഭക്തിവ പൂജിക്കിലോ. താപമുണ്ടായിടേണ്ട സുജന ഗുണം കണ്ടാൽ അച്യുതമൂർത്തി തന്നെ ഭക്തിവ പൂജിക്കിലോ. നിശ്ചയം അവനെല്ലാ പൂർവജന്മങ്ങളോർക്കാം. ബഹുയജ്ഞാത്താൽ തന്നെ നിവൃത്തി വരാസകെ മഹിമ പറയാമോ മാധവനാർച്ചനത്തിന്റെ. ഹരി എന്നുള്ള തിരുവക്ഷരം രണ്ടും നാവിൽ മരുവും എന്നാൽ അവനില്ല സങ്കടമേതും. ഭാരതീദേവിയാലും കുരുക്ഷേത്രത്തെ കൊണ്ടും കാര്യമില്ലവനെന്നു ധരിക്കാം മഹാത്മാ. സ്വപതിയാകും രജസ്വലയാം നാരിയാളെ അഭിലാഷേണ ഭോഗിച്ചിടിനാനൊരു വിപ്രൻ. സുരപാനവും ചെയ്തു വസിച്ചാൻ ചിരകാലം ഹരിനാമവും ചൊല്ലി മരിച്ചാനൊരു ദിനം. പെരുകീടന പാപം മധുരം വേർപെട്ടവൻ ഹരിമന്ദിരം തന്നിൽ സുഖിച്ചു കാണാൻ. പിന്നെ മാധവമാസം തന്നിലാകിലോ മഹാബലം മാധവനേറ്റം പ്രിയം തദ്വ്രതം സത്യമത്രേ. തന്മഹാത്മ്യത്തെ ഭക്ത്യ കേൾപ്പവനുണ്ടാം ഗതി തദ്വ്രത വര പുണ്യമെങ്ങിനെ ചൊല്ലുന്നു ഞാൻ. ഇക്കണ്ട വിശ്വങ്ങളും നമ്മയും ജനിപ്പിച്ചു നിഷ്കളമൂർത്തി പരനാധികാരണനാകും. ഭഗവാനേറ്റം ഇഷ്ടമായ വൈശാഖ കർമ്മം സുഖമേ പെയ്താലീശന നിശം സഹായമാ. ജന്മവും രാമൃത്യു വ്യാധികൾ ഭയാദിയാം കൽമഷം വിഷ്ണു ഭക്തന്മാർക്കുളവാക ഇല്ല. ശാസനം ചെയ്യുവാൻ ശക്തിയില്ലെന്ന് വന്നാൽ ദുഷ്കൃതം വൃദ്ധന്മാർക്കു വരുമാറില്ല നൂനം. തന്നാലാവതു ചെയ്തു സാധ്യമല്ലാത്ത കർമ്മം തന്നെ കർത്താവോട് വാർത്തകൾ അറിയിച്ചാൽ. തൽക്കർമ്മം നിയോഗിക്ക ഉണ്ടാകയില്ലെന്നു നൂനം കിൽബിഷമോർത്തു ദുഃഖിച്ചിടരൂതിനി ഭവാൻ. നന്മുഖനേവൻ ചെന്ന നേരത്തു ധർമ്മരാജൻ താമിതം സാധിയാതെ പിന്നെയും ചൊല്ലിയിടിനാൻ. ഗദ്ഗദാവർണ്ണത്തോടും ബാഷ്പവും തൂകി തൂകി ഉൾക്കരുന്നടങ്ങാതെ രോദനം ചെയ്തു. കീർത്തിമാനുള്ള നാളിൽ ഈ ദൃശ്യം വേലയതും തീർത്തു ചൊല്ലിടാമടിയാൻ മതിയാക്കി നൂനം. സ്വധർമാനിഷ്ഠയോടും ഭൂപതി വസിക്കട്ടെ അതുനാ ഗമിക്കുന്നേനടിയന്തയാനിതേ. തനയൻകയാതിരെ പിണ്ടതനെന്ന പോലെ തനമെല്ലാമേ തീർന്നു ഗമിച്ചിടുന്നേനഹം. മതമേവം ചൊല്ലി മുഖവും താത്തിമേവും ധർമ്മരാജനെ നോക്കി പിന്നെയും അരുൾ ചെയ്തു. മാധവൻ ധർമ്മപാരായണനായി മരുകുന്ന മാധവപ്രിയൻ തന്നെ കൊല്ലാമോ കഷ്ടം കഷ്ടം. ബോധവൻ നിനക്കുള്ളിൽ തെളിഞ്ഞില്ലെന്നാകിലോ ആദിനേവാൻ വിട്ടു ദേവനോട്. എന്നോട് ഭവാൻ പ്രതിപാദനം ചെയ്ത പോലെ ഇന്ദിരാനാഥനോട് തുടങ്ങിയിടലാസഖേ. അരുളി ചെയ്ത വണ്ണം അനുഷ്ഠിക്കുന്നേ വരൂ വിരുദ്ധ ഭാവം കണ്ടാൽ അനർത്ഥം വരുത്തിയിടും. നരപാലകരുടെ ശാസനം ലംഘിക്കാമോ നരജാതികളെല്ലാം എല്ലാം സമർത്ഥന്മാരെന്നാകിലും. നമ്മുടെ നാരായണ സ്വാമി കൽപ്പിച്ച പോലെ നന്മകൾ വരുവാനായി പ്രയത്നം ചെയ്തു വയം. വിരിഞ്ചനേവമുരം ചെയ്തു താപസരോടും തിരിച്ചു കാലനോടും നടന്നു മോദപൂർവം. ക്ഷീരസാഗരം പൊക്കു സർവദേവകളോടും വാരിജേഷണം തന്നെ നിൽക്കും. പ്രത്യക്ഷീകരിച്ചരുൾ ചെയ്തു വൽമാർഷനേവം അർത്ഥമെന്തത്ര നിങ്ങളാഗമിപ്പിതിനിപ്പോൾ. ദുഃഖമിക്കാലം ധനുജന്മാരാലുണ്ടാകയോ ശുഷ്കവക്ത്രനായി വന്നിതെന്തപ്പോൾ എന്തിപ്പോൾ ധർമ്മരാജൻ. ചെയ്തത് കേട്ടു വിരിഞ്ഞ് കൂർപ്പിച്ചോട് തരണായുധപ്രഭാമൂർത്തിയോട് നർത്തിച്ച. സേവകനാകും തവ കീർത്തിമാനായ നൃപൻ ദേവശാസനം കൊണ്ടു നരന്മാരെല്ലാരെയും വൈശാഖധർമ്മമനുഷ്ഠിപ്പിച്ചു നിരന്തരം കേശവ പോറ്റിതവ
സന്നിധോ ചേർത്തിയിടുന്നു. ഇക്കാലം ധർമാലയമതിനാൽ നിശൂന്യമായി ദുഃഖം മാനുഷാന്തകനായി തന്നെ പോറ്റി യുദ്ധം ഭൂപതിയോടു നിതരാം ചെയ്തു ജയം സിദ്ധിക്കയില്ലെന്നോർത്തു കാലദണ്ഡത്തെ വിടാൻ. സത്വരം ഭൂവൽ ചക്രം രക്ഷിച്ചു കൊണ്ടാണല്ലോ കീർത്തിമാനല്ലോ ജയം പിന്നെയും വന്നുകൂടി. പ്രകാരങ്ങൾ എന്നോടർക്കജൻ അറിയിച്ചാന പ്രകാരങ്ങളെ ഞാനഖിലം ഉണർത്തിച്ചേൻ. തൊൽഭക്തന്മാരാ മഹാത്മാക്കളെ വധിപ്പാനായി കൽപ്പനയില്ല, മമ ശക്തിയും അതിനില്ല. വാഞ്ചിതമേവ മറിയിപ്പതിനത്ര വന്നേ നിഞ്ചരാണാരവിന്ദം സന്തതം നമോസ്തുതേ. പരമഭൂതന്റെ ഗിരമിങ്ങനെ കേട്ട നേരം പത്മലോചനൻ തിരിച്ചരുളി ചെയ്താൽ പ്രാണദേഹങ്ങൾ മമ കൗസ്തുഭം ശ്രീവത്സവും പ്രാണനായികയായ ദേവിയും വനമാല. ക്ഷീരസാഗരം ശേഷൻ വിമല ശ്വേതം ദീപം ചാരുവൈകുണ്ഠം പുത്രി പുങ്കവം വൈനദേയം. എന്നിവയുപേക്ഷിപ്പാനുള്ള സംശയമേതും എന്നോട് ഭക്തന്മാരെ ഞാൻ ഉപേക്ഷിക്കയില്ല. ദുഃഖിതനായ നരകാന്തക ഭവാനുടെ ദുഃഖങ്ങൾ അകലുവാൻ തക്കവാറിതു കേൾക്കാം. 10,000 വയസ്സുണ്ടു കീർത്തിമാനിടു അതുനാ മുതൽ 2,000 ഇനിയുള്ളൂ. ആരോഗ്യം ഞാൻ നൽകുമെന്നറിഞ്ഞാലും അത്ര ഞാൻ ചെൽവോളവും ഉണ്ടാക്കാം ഉപായങ്ങൾ. വേനനെന്നൊരു നൃപാലകനും ഉണ്ടാം, പിന്നെ ദാനധർമാതി സർവം നശിപ്പിച്ചിടുമവൻ. വേദാർത്ഥ ധർമ്മങ്ങളെ ശോഭിപ്പതിന്നു ഞാൻ ഭൂതലം തന്നിൽ പിറന്നിടുമെന്നറിഞ്ഞാലും. മഞ്ഞിടം തന്നിലെന്നു ധരിക്കാടണ്ടപാണേ. സുഹൃത പാപങ്ങളാൽ ദഹിക്കും വേനൽ, പിന്നെ സകല ധർമ്മങ്ങളും ധരിപ്പേനഹം തഥാ. പൃഥുവെന്നൊരു നരപാലനായി പിറന്നിടും പൃഥ്വി തലത്തിങ്കലറിക പത്മാസന. സർവപ്രാണാർത്ഥദാഹ ദാരിദ്ര്യങ്ങളുമെങ്കിൽ സർവദാ ചെയ്തിടുന്ന മാനുഷൻ സഹസ്രജനങ്ങളിൽ ഉള്ളൊരുവനും ഉണ്ടാമേവം സഹസ്രപത്രോദ്ഭവ വിഖ്യാതനാകുമവൻ. ധന്യധർമ്മങ്ങൾ ദുഷിച്ചിടല്ല മൽഭക്തന്മാർ അന്യന്മാർക്കതിലാസ്തയുണ്ടാകയില്ല മേലിൽ. പിന്നെയും ഭൃത്യന്മാരിലേഖനോട് അരുൾ ചെയ്തു ജനനേ കീർത്തിമാനോട് ഈ വണ്ണം പറയണം. നിത്യവും കൃതാന്തനെ ചിന്തിച്ചു മനുഷ്യന്മാർ ഭക്തൈവ കിഞ്ചിൽ സ്നാനം അർഹവും വേറെ വേണം. പൂർണ്ണകുംഭാംബൂതി സംയുധാനവും കൂടി പൗർണമാംശമോദേന ധർമ്മരാജനെന്നോർത്തു. താനും വിപ്രന്നു ചെയ്യുക വേണമെന്നത് ചെയ്തു നൂനം ഈ വണ്ണം ചെയ്തിടായിലോ വിശേഷിച്ചു. വൈശാഖധർമ്മമനുഷ്ഠിച്ചവരുടെ പുണ്യം ധർമ്മവുമെല്ലാം അപഹരിക്കും വൈവസ്വതൻ. കീർത്തിമാനോടു പറഞ്ഞീ വണ്ണം ബോധിപ്പിക്കുന്ന ആസ്തയാസനന്ദനെ സാദരം നിയോഗിച്ചു. ജനവിനീശനെ കണ്ടെന്നരുളി ചെയ്തതെല്ലാം അവനോടറിയിച്ച. തദ്യന്നം പൗർണമാസ്യാമുദക കുംഭത്തോടും ശ്രാദ്ധദേവനായ വിപ്രനഗ്രതോദാനം ചെയ്യുക. പിന്നെയും പിതൃക്കളെ ചിന്തിച്ചു തന്നെ ചെയ്യുക. അന്വകം മധുദ്ദിശം ധ്യാനിച്ചു ദാനാദികൾ. പൂജിച്ച് നിർമ്മിച്ചുവെന്നാകിലേ ധൂമമിട മതിമാനായ വിപ്രൻ തനിക്കു ദാനം ചെയ്തു. മാധവധർമ്മം ഉപദേശിച്ചു ഗുരുവിനെ ചേതസ്സി ഭക്ത്യാ പുനരാവോളം പൂജിക്കണം. ആദിനായകനുടെ ശാസനമേവമെന്നും മേദിനീപതിയോടു സനന്ദനുര ചെയ്തു. സനന്ദൻ പോയ ശേഷം സൗരിയോടുര ചെയ്തു ജനസന്താപഹാരിയാകിയ ദേവദേവൻ. വ്യസനം കളക നീ ഭാസ്കരേ, വൈകാതെ ഞാൻ പൊതുവായി ധർമ്മമെല്ലാം നടത്തിയിടുന്ന കാലം. വൈശാഖധർമ്മമൊഴിഞ്ഞെല്ലാമേ നടത്തുവാൻ സംശയമേതുമില്ല, തദ്വ്രതം മുടങ്ങിയിടും. ബഹുജന്മാർജിതമായുള്ള ഒരു പുണ്യ സർവം ബഹുപക്വതയോടും വന്നുദിച്ചിടുന്നു. മനുഷ്യോത്തമൻ അറിഞ്ഞതിനെ ഉപാസിച്ച മാനസതാപം കളഞ്ഞാശു പോയാലും യൂയം. ഈ വണ്ണമരുൾ ചെയ്തു മറഞ്ഞു നാരായണൻ ദേവേശൻ താനും തൊഴു തൽമഗേഹത്തിൽ പുക്കാൻ. ഗീതങ്ങളൊട്ടു തീർന്നു നടന്നു ധർമ്മരാജൻ മേതുരമാകും നിജ മന്ദിരമകം പുക്കാൻ. അധ്യായം ത്രയോദേശം ചൊല്ലിനേ നൃപോത്തമ, ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുക കഥാശേഷം. ഓം തത്സത്. ഇതി ശ്രീ വൈശാഖ മഹാത്മ്യം ത്രയോദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം 13-ാമത്തെ അധ്യായം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഓം തത്സത്.
ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.